എന്തുകൊണ്ട് 100 റാങ്കിനുള്ളിൽ വരാൻ വേണ്ടി LDCക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ 100നുള്ളിൽ വരാതെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് കിടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജോലിക്ക് വേണ്ടി പിന്നെയും ഇങ്ങനെ കാത്തു കിടക്കേണ്ടി വരും. അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥ അനുഭവിച്ച ആളെന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരരുത്. ഇത് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, നല്ല രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്ത് 100ന്റെ ഉള്ളിൽ വരാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാനുള്ള സിലബസ് തന്നെയാണ്. സിലബസ് മനസ്സിലാക്കുക. ഇനി വരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താം. ചിലപ്പോൾ നിങ്ങൾ ഒരു വർഷമായിട്ടേ പഠിക്കുന്നുണ്ടാവുള്ളൂ, ചിലപ്പം അതിലധികം 4-5 വർഷമായിട്ട് പഠിക്കുന്ന ആളുകൾ വരെ ഉണ്ടാവും. അപ്പൊ എല്ലാ ആളുകൾക്കും പറ്റുന്ന രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സിലബസ് മനസ്സിലാക്കി പഠിക്കുക മക്കളെ, അല്ലാണ്ട് നമുക്ക് രക്ഷയില്ല. സിലബസ് അറിഞ്ഞ് പഠിക്കുക. എത്ര മാർക്ക് ഓരോന്നിനും എത്ര വീതം വെയിറ്റേജ് ഉണ്ട്, വാരി വലിച്ച് പഠിക്കരുത്. ഹിസ്റ്ററി എല്ലാ സമയം ഇരുന്ന് ചരിത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? കേരള ചരിത്രവും ഭൂമിശാസ്ത്രവും ഇതിനൊക്കെ എത്ര വെയിറ്റേജ് ഉണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇഗ്നോർ ചെയ്യുക. അത് ശ്രദ്ധിക്കാതിരിക്കുക. നമുക്ക് ടെലഗ്രാം ചാനൽ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളം ഫസ്റ്റ് ബെല്ല്, ഇംഗ്ലീഷ് ഫസ്റ്റ് ബെല്ല്, അതുപോലെ നമുക്ക് ട്വിറ്ററിന്റെ ചാനൽ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, മാത്സ്, മെന്റൽ എബിലിറ്റി അതൊക്കെ സ്ട്രോങ് ആക്കുക. മലയാളം സ്ട്രോങ് ആക്കുക, ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കുക. ഇത് മൂന്നും സ്ട്രോങ് ആക്കി വെച്ചോ. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം എന്താണ്? 60 മാർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ നടന്നിരിക്കുന്ന അധിക പരീക്ഷകളുടെയും ഏറ്റവും ടോപ്പ്, ഈവൻ SI പരീക്ഷയ്ക്ക് പോലും റിട്ടേൺ മാർക്ക് ഏറ്റവും ടോപ്പ് വന്നത് 61ആണ്. സോ ആ ഒരു 60-65 കഴിഞ്ഞ തവണ ഞാൻ എഴുതിയപ്പോൾ ഞാൻ 65ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം. പക്ഷെ ഇപ്പം പരീക്ഷ കുറച്ചുകൂടി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റില്ല, ഇനി ചിലപ്പോൾ ഈസി എക്സാം ആണെങ്കിൽ അതൊരു 70 വരെയൊക്കെ പോവാം. എന്നാലും 60ന്റെയും 70ന്റെയും ഇടയിലാണ് ടോപ്പർ എന്ത് ചെയ്യാൻ പോകുന്നത്, ടോപ്പായിട്ട് പഠിക്കുന്ന ആൾക്കാർ സ്കോർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ രീതിയിലേക്ക് എത്തണം. സോ ഈ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് മനസ്സിലാക്കി പഠിക്കുക. സയൻസിന് എത്ര വെയിറ്റേജ് ഉണ്ട്, എത്രയുണ്ട്? ഭൗതികശാസ്ത്രം, ഫിസിക്സും കെമിസ്ട്രിയും 3 മാർക്ക് വീതമാണുള്ളത്. ബയോളജി ആണെങ്കിലോ നമുക്കറിയാം അതിൽ കുറച്ച് സ്കീംസ് ഒക്കെ പഠിക്കണം. വെറും SCRT മാത്രം പോരാ അല്ലെ ബയോളജിക്ക്. അത് ജീവശാസ്ത്രം, അതുപോലെ പൊതുജനാരോഗ്യം സ്കീംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് കുറച്ച് ആ രീതിയിൽ പഠിക്കണം. അപ്പൊ ഓരോന്നും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഏതാണ് SCRT പഠിക്കേണ്ടത്, ഏത് എക്സ്ട്രാ പഠിക്കണം, പുറത്തുനിന്ന് എന്തൊക്കെ റിസോഴ്സ് എടുക്കാം. കാണുന്നത് മൊത്തം വലിച്ചു വാരി പഠിക്കരുത്. ഒരു റിസോഴ്സ് പരമാവധി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾ ഒരു ഗൈഡാണ് യൂസ് ചെയ്യുന്നത്, ആ ഗൈഡ് തന്നെ പരമാവധി റിവൈസ് ചെയ്യുക. കാണുന്ന അവസാന നിമിഷമാണ്. ഈ അവസാന നിമിഷം കൊണ്ടിച്ച് കൊളാക്കിയേ ഉള്ളതും കൂടി പോവുകയുള്ളൂ. അത് മറക്കണ്ട. സോ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ട. ഓരോന്നും മനസ്സിലാക്കി എന്ത് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ആ PDF നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എങ്ങനെയൊക്കെയാണ് നമ്മൾ ടോപ്പിക് ഡിവൈഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഒരു 60ലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്താണ്? 60 മാർക്കാണ്. ആ 60 മാർക്കിന് 30 മാർക്ക് നമ്മൾ രക്ഷിക്കാൻ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അവിടെ ഉണ്ട്. ബാക്കി 30 അത് നിങ്ങൾക്ക് ഏതാണോ സ്ട്രോങ് ഏരിയ, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണോ, സ്ട്രോങ് ഏരിയ ഏതാണോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മറന്നു പോകരുത്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. നിങ്ങളുടെ സ്ട്രോങ് സൈഡ് ഏതായിരിക്കും? ചിലപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി ആ ഏരിയ ആയിരിക്കും. അതിൽ ധനതത്വശാസ്ത്രം, എക്കണോമിക്സ് വരുന്നുണ്ട്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ, അതെല്ലാം കൂടി ഒരു 30 മാർക്കിന് വരുന്നുണ്ട്. സോ ആ 30 മാർക്കാണ് അതിൽ ഫോക്കസ് ചെയ്യുക. IT ഈസി ആയിട്ട് 3 മാർക്ക് വാങ്ങിക്കാം. അപ്പൊ ITയിൽ ഫോക്കസ് ചെയ്യും. പക്ഷെ കലാകായികം, സാംസ്കാരികം അതൊക്കെ കുറച്ച് എന്താണ്, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് അതിൽ വരാം. ഈ കലാകായികം എന്ന് വെച്ചാൽ വലിയൊരു വൈഡ് സിലബസാണ്. അത് ഫുള്ള് വായിക്കാൻ പോയാൽ നമുക്ക് ഒരിക്കലും തീരാത്തതാ. അതിൻ്റെ അധികം സമയം ചിലവഴിക്കേണ്ട. അപ്പൊ അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാം. സോ ഓരോ സ്ഥലത്തും ഓരോന്നും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു അനാലിസിസ് നടത്തിയിട്ട് മാത്രം നിങ്ങൾ LDയിലേക്ക് ഇറങ്ങുക. ഇനി ഇറങ്ങാൻ വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളാണ് നിങ്ങൾ, LD ഇനി എന്ത് ചെയ്യുന്നു കൺഫ്യൂഷനിലാണെങ്കിൽ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിക്കുക. സിലബസ് ആണ് നിങ്ങളുടെ ബൈബിൾ. സിലബസ് ആണ് ബൈബിൾ. ആ സിലബസ് പ്ലാൻ ചെയ്ത് പഠിക്കുക. വാരി വലിച്ച് പഠിക്കരുത്. ഡെയിലി 1, 2, 3 സബ്ജക്റ്റുകൾ പഠിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. സോ ഈ പ്ലാനിങ് മറന്നു പോകണ്ട. പ്ലാൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സക്സസ് ആയിട്ട് 100നുള്ളിൽ വരാൻ പറ്റുള്ളൂ. വെറുതെ വാരി വലിച്ച് പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. സോ പ്ലാൻ പണുക. ഓക്കെ. സോ ഇനി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം.
നിങ്ങൾക്ക് അവിടെ നോട്ട്സും ഇതുമായി ബന്ധപ്പെട്ട മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.